പലപ്പോഴും പല ആളുകളും തങ്ങളുടെ ക്യാമറയിൽ പകർത്തുന്ന ചിത്രങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട്. ശരിക്കും നമ്മുടെ യൂട്യൂബ്, ഗൂഗിൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് ഇതുപോലത്തെ അമേസിംഗ് ഫൂട്ടേജുകൾ കാണാറുമുണ്ട്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് GoPro ക്യാമറയിൽ പകർത്തിയ കുറച്ച് അമേസിംഗ് വീഡിയോസിനെ കുറിച്ചാണ്. വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക നമ്മുടെ സൂപ്പർ കമൻറ്റ് കാണുന്നതിനായി. നമ്പർ 10, സബ്വേ സർഫേഴ്സ്. ഒരിക്കൽ ബ്രയാൻ ഗാൽസിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഔട്ടിങ്ങിന് പോയപ്പോൾ അവരൊരു GoPro ക്യാമറയും എടുത്തിരുന്നു. ആദ്യമൊക്കെ എല്ലാം തികച്ചും നോർമലായിരുന്നു. പിന്നീടാണ് ഫുട്ടേജ് നോക്കിയപ്പോൾ അതിലെന്തോ ഒരു സ്ട്രേഞ്ച്നെസ് അവർക്ക് ഫീൽ ചെയ്തത്. ഇവരുടെ സുഹൃത്തുക്കളിൽ ഒരാൾ റെയിൽവേ ടണലിൽ കൂടി നടക്കുകയായിരുന്നു. ശരിക്കും അത് അപകടകരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. പെട്ടെന്നാണ് അവരൊരു ട്രെയിനിൻ്റെ ശബ്ദം കേട്ടത്. അവർ പെട്ടെന്ന് തന്നെ പുറകോട്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ട്രെയിൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അവരവിടുന്ന് ഓടിയെത്തിയതും. നമ്പർ 9, ഇസ് ദാറ്റ് എ മങ്കി? ഈ ഫൂട്ടേജ് ആദ്യം അപ്ലോഡ് ചെയ്തത് ദ ബെക്സ്വീൻ പ്രൊഡക്ഷൻ എന്ന യൂട്യൂബ് ചാനലാണ്. ഈ ഫൂട്ടേജിൽ കാണുന്ന പോലെ ഒരു യുവാവ് തൻ്റെ ബൈസൈക്കിളുമായി റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ജീവി ബൈസൈക്കിളിൻ്റെ മുന്നിലേക്ക് ചാടിയത്. കണ്ടാൽ ഒരു കുരങ്ങനെ പോലെ നമുക്ക് തോന്നും. അത് എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി അദ്ദേഹം തിരിഞ്ഞു നോക്കി. പക്ഷേ അതിനെ കാണാൻ സാധിച്ചില്ല. എന്നാലും ഫൂട്ടേജിൽ കുരങ്ങ് തന്നെയായിരുന്നു എന്നതിൽ ആരും ഒരു തീർച്ചയും പറയുന്നില്ല. നമ്പർ 8, മിഡ് എയർ കൊളീഷൻ. ഈ വീഡിയോ ഒരു മൂവിയിലേതായിരിക്കാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇത് ശരിക്കും ഒരു റിയലായി നടന്നൊരു സംഭവമാണ്. 12,000 അടി ഉയരത്തിൽ 2 ചെറിയ എയർക്രാഫ്റ്റിലായി 9 സ്കൈ ഡൈവേഴ്സിനെയും 2 പൈലറ്റ്സുമായി സഞ്ചരിക്കുകയായിരുന്നു അത്. പെട്ടെന്ന് അവരുടെ എയർക്രാഫ്റ്റിൽ ഒരു അപകടമുണ്ടായത്. മിഡ് എയറിൽ വെച്ച് 2 എയർക്രാഫ്റ്റുകളും തമ്മിൽ കൂട്ടിമുട്ടുകയും അതിലൊരെണ്ണത്തിൻ്റെ ചിറക് തകരുകയും അതിലുണ്ടായിരുന്നവർ പെട്ടെന്ന് തന്നെ താഴേക്ക് ചാടുകയും ചെയ്തു. എന്നാൽ ആർക്കും തന്നെ വലിയ അപകടങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. നമ്പർ 7, ആൻ ഇൻസെയിൻ ബാക്ക് ഫ്ലിപ്പ്. അഡ്രിനാലിൻ ജംഗീസ് അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റിൻ്റെ ബാക്ക് ഫ്ലിപ്പിൻ്റെ എക്സ്പീരിയൻസുകൾ നമുക്ക് നൽകാൻ വേണ്ടി GoPro ക്യാം ഘടിപ്പിക്കുകയുണ്ടായി. 2013 കെല്ലി മഗ്രെ അദ്ദേഹത്തിൻ്റെ മൗണ്ടൻ ബൈക്ക് റൺ എക്സ്പീരിയൻസും ഇതുപോലെ GoProയിൽ പകർത്തിയിരുന്നു. റെഡ് ബുൾ റാംപേജിലാണ് അദ്ദേഹം ഇത് ചെയ്തത്. റെഡ് ബുൾ റാംപേജ് എന്ന് പറയുന്നത് ഒരു മൗണ്ടൻ ബൈക്കിംഗ് കോമ്പറ്റീഷനാണ്. കെല്ലി പറയുന്നത് ഈ ഒരു കോമ്പറ്റീഷൻ അദ്ദേഹത്തിന് വളരെ ഈസി ആയിരുന്നു എന്നാണ്. ഏകദേശം 72 അടി ഉയരത്തിലാണ് അദ്ദേഹം അന്ന് ബാക്ക് ഫ്ലിപ്പ് ചെയ്തത്. നമ്പർ 6, വാട്ടർ ലാൻഡിംഗ്. 2013 ഡിസംബർ 11 ഐലൻഡ് ഓഫ് മോട്ടോക്കോയിലെ കാലപ്പ എയർപോർട്ടിൽ നിന്നും ഒരു കെസീന 28B തിരിച്ചിരുന്നു. പെട്ടെന്നാണ് ഒരു എൻജിൻ ഫെയിലിയർ ഉണ്ടാവുകയും എമർജൻസി വാട്ടർ ലാൻഡിംഗ് ചെയ്യേണ്ടി വരികയും ഉണ്ടായി. ഇതെല്ലാം അതിലുണ്ടായിരുന്ന ഒരു പാസഞ്ചർ തൻ്റെ GoPro ക്യാമിൽ പകർത്തുകയും ചെയ്തു. പാസഞ്ചേഴ്സ് എല്ലാം വളരെ ധൈര്യശാലി ആയിരുന്നതുകൊണ്ട് കൂടുതൽ അപകടങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന ഫുൾ ക്രൂവിനെയും പാസഞ്ചേഴ്സിനെയും വെറും 80 മിനിറ്റിനുള്ളിൽ അവിടുത്തെ കോസ്റ്റ് ഗാർഡുകൾ വന്ന് രക്ഷിക്കുകയും ചെയ്തു. നമ്പർ 5, അറ്റാക്ക് ഓഫ് ദ യാക്ക്. മൗണ്ടൻ ബൈക്കിംഗ് ശരിക്കും അത്ഭുതം തന്നെയാണ്, അതുപോലെ അപകടകരവും. ഈ ഫുട്ടേജ് കുറിച്ച് മൗണ്ടൻ ബൈക്കേഴ്സ് അവരുടെ യാത്രയ്ക്കിടെ എടുത്തതാണ്. ടിബറ്റൻ മലനിരകളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു യാക്ക് അവരുടെ മുന്നിൽ പെട്ടു. അവരതിനെ പേടിപ്പിക്കുകയും അത് തിരിച്ചിവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നിരുന്നാലും റൈഡേഴ്സിന് ഒരു അപകടവും കൂടാതെ അവരുടെ യാത്ര മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഇതൊക്കെ ഒരു GoPro ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കാണാനും സാധിച്ചു. നമ്പർ 4, ബീറ്റപ്പ് ബൈ എ ബേബി മൂസ്. ഈ ഫുട്ടേജിൽ ഒരു ബേബി മൂസിനെ അതിൻ്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരാൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുമുണ്ട്. അദ്ദേഹം അതിനെ സ്വതന്ത്രനാക്കിയപ്പോൾ ആ ബേബി മൂസ് തിരിച്ച് അദ്ദേഹത്തെ അടിക്കുന്നതും മറ്റും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നമ്പർ 3, സ്റ്റക്ക് ഇൻ എ കേവ്. ഈ വീഡിയോയിൽ 10 വർഷമായി കേവിംഗ് വെറ്റീരിയൻ ബോബ് ചെയ്യുന്ന ജോൺസണും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബ്രിട്ടനിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രിക്കേറ്റ് കേവിൽ കൂടി പോവുകയായിരുന്നു. ഏകദേശം 3 മണിക്കൂറുകൾക്ക് ശേഷം ഒരു നാരോ പാത്തിലൂടെ പോവുകയായിരുന്ന അവർ അവിടെ കുടുങ്ങി.
വെള്ളം ഒരു നാരോ പാത്തിലൂടെ കൂടുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കേവിൽ കൂടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് സാധിച്ചിരുന്നില്ല. എന്നിരുന്നാലും മറ്റൊരു വഴിയിൽ കൂടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അവരെ രക്ഷപ്പെടുത്തി. നമ്പർ 2, എ റിയലി ക്ലോസ് കോൾ. സൗത്ത് ആഫ്രിക്കയുടെ തീരപ്രദേശങ്ങളിൽ ഗ്രേറ്റ് ഷാർക്ക് ഉള്ളതിനാൽ ഡൈവിംഗ് ചെയ്യുന്നത് അപകടകരമായത് തന്നെയാണ്. ഈ സ്ഥലം വളരെ മനോഹരമായതുകൊണ്ട് തന്നെ സ്കൂബ ഡൈവിങ്ങിനൊക്കെ വളരെ മനോഹരവുമാണ്. ജോഹാൻ പോർഗീഡർ എന്നൊരു മത്സ്യത്തൊഴിലാളി ശരിക്കും ഒരു ഏറ്റുമുട്ടലിൽ ഏർപ്പെടുകയുണ്ടായി. അദ്ദേഹം ഒരു വൈറ്റ് ഷാർക്കിനെ പിടിക്കുന്നതിനായി കടലിൽ ഇറങ്ങുകയും തൻ്റെ മഫിൾ ഉപയോഗിച്ച് അതിനെ വകവരുത്താൻ ശ്രമിക്കുകയും അതാദ്യം പരാജയപ്പെടുകയും തിരിച്ച് അത് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അവസാനം അദ്ദേഹത്തെ തൻ്റെ സുഹൃത്തുക്കൾ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. നമ്പർ 1, താങ്ക്സ് ഗോഡ് ഫോർ ദ ഹെൽമെറ്റ്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ജോബ് എന്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒരു സോൾജർ എന്നുള്ളതാണ്. ഓരോ ദിവസവും അവർ തങ്ങളുടെ ജീവൻ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ പട്ടാളക്കാർ സാധാരണ ദിവസങ്ങളിലെ പോലെ തന്നെ പെട്രോളിങ്ങിനിറങ്ങി. അവരൊരു ടണലിൽ കൂടെ പോവുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ബുള്ളറ്റ് ഹെൽമെറ്റിൽ വന്നടിക്കുന്നത്. ആ ഹെൽമെറ്റ് ധരിച്ചത് കൊണ്ട് മാത്രമാണ് ആ സോൾജർ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. ആ ഹെൽമെറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ ജീവനോടെ ഉണ്ടാവുകയില്ല. ഇതൊക്കെ ഒരു ക്യാമറയിൽ പകർത്താൻ സാധിച്ചതുകൊണ്ട് നമുക്ക് കാണാനും സാധിച്ചു. സൂപ്പർ കമൻറ്റ് ഓഫ് ദ ഡേ. ഞാനിട്ട മത്സ്യകന്യകമാരുടെ വീഡിയോയിൽ കണ്ടൊരു കമൻ്റാണിത്. ഞാൻ മത്സ്യകന്യകയെ കണ്ടിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കുളത്തിൽ വന്നു. പ്രിയക്ക് ഇട്ടൊരു കമൻ്റായിരുന്നു ഇത്. ഒരു രസകരമായ ഒരു കമൻ്റായിരുന്നു. പക്ഷെ അത് ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. 8-ലാണോ 9-ലാണോ മറ്റേ ബാംഗ്ലൂർ ഗേൾഫ്രണ്ടിനെ കാണാൻ ഒറ്റയ്ക്ക് ഓടിച്ചു പോയിട്ടുണ്ട്. അപ്പപ്പോ ദേഷ്യം വന്ന് അപ്പപ്പോ അടിയുണ്ടാക്കും, അല്ലെങ്കിൽ തോക്കെടുത്ത് വേടി വയ്ക്കും. സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ വണ്ടികൾ, കോളേജിൽ സ്പോർട്സ് കാർ, ഹെലികോപ്റ്റർ തുടങ്ങി വാട്ടോൾ. ഏതായാലും രസകരമായ ഒരു കമൻ്റ് ആയിരുന്നു അത്. കീപ് കമൻറ്റിങ് മനോഹരവും രസകരവുമായ കമൻറ്റുകൾ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.